കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. എന്നും രാവിലത്തെ വിശേഷങ്ങളല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് ഉച്ച വിശേഷങ്ങളാവട്ടെ എന്ന് വിചാരിച്ചു. ഉച്ച വിശേഷങ്ങളല്ല, വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ജിമ്മിനൊക്കെ പോയി വന്ന് ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടോ. തീരെ വയ്യായിരുന്നു, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം എനിക്ക് നേരത്തെ ഫുഡ് കഴിക്കണമല്ലോ, ഒരു 5 മണി 5:30 ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലയും ചക്കയും കൂടെയാണ് കേട്ടോ ഒന്ന് പുഴുക്ക് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കടല പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആ കടല അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചക്ക നുറുക്കാൻ വേവിക്കുക. ചക്ക എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ശനിയാഴ്ച. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുപോകുന്ന ചക്കയാണ്. അതിപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായി ചക്ക തന്നെ വെക്കുന്നത്. വിനിക്കൂട്ടൻ ചോദിച്ചിട്ട് ഇതുവരെ തീരാനായില്ലേ അമ്മേൻ്റെ ചക്ക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്കയ്ക്കാണെങ്കിൽ ചെറിയൊരു മധുരമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പക്ഷേ എന്നാലും എനിക്കിഷ്ടമാണ് ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. ആ കടലയും ചക്കയും കുറച്ച് എരിവും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ കുക്കറിൽ കടല എന്ത് ചെയ്തു, അടുപ്പത്തേക്ക് വെച്ചു. അതിന് ശേഷം ചക്ക നുറുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇത് മുഴുവൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഴുത്തു പോകും, പിന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ആ ഒരു പുളി, ചെറിയൊരു പുളിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ചക്കയൊക്കെ നുറുക്കിയിട്ടോ. അപ്പോഴേക്ക് മോനേട്ടൻ വന്നു കേട്ടോ, നേരത്തെ വന്നു. അപ്പോൾ മോനേട്ടൻ എന്ത് ചെയ്തു, പാലുണ്ടായിരുന്നില്ല. അപ്പോൾ പാല് പാക്കറ്റ് കൊണ്ടുവന്നു. പിന്നെ അപ്പം ഞാൻ വേഗം പാല് കാച്ചി വെച്ചു കേട്ടോ. പാല് കാച്ചിട്ട് മോനേട്ടന് ചായ ഉണ്ടാക്കി കൊടുക്കാൻ മോനേട്ടൻ പരിപ്പോടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ട് ആ ചക്കക്കുരുവിൻ്റെ പോണ്ടി എന്ന് പറയും ഞങ്ങൾ. ആ തോലിയില്ലേ ചക്കക്കുരു, പോണ്ടി എന്നാണ് കേട്ടോ ഞങ്ങളതിന് പറയുക. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ചക്കക്കുരു എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ വേസ്റ്റിലേക്ക് കളയാമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ചക്കക്കുരു വൃത്തിയാക്കിയിട്ട് അവിടെ വെക്കുകയാണേ. കുറേ ഉണ്ട് ഇപ്പോൾ ചക്കക്കുരു. പിന്നെ മോനേട്ടൻ വന്ന് പാല് തിളപ്പിച്ച് മാറ്റി അതിലേക്ക് ചായ ഉണ്ടാക്കുക കേട്ടോ. ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടു. അപ്പോഴേക്ക് കടല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചായ റെഡി ആയിട്ടോ. മോനേട്ടന് കൊടുക്കാൻ വേണ്ടി നല്ലൊരു പരിപ്പൊടി, നല്ല ക്രിസ്പി പരിപ്പ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു കഷ്ണം ഞാൻ കഴിച്ചു, എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ കടലയിലേക്ക് ഞാൻ എന്ത് ചെയ്തു, അരിഞ്ഞു വെച്ച ചക്ക ഇടുകയാണ് കേട്ടോ. പിന്നെ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും സാധാരണ പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കുക്കറിൽ അടച്ചു വെച്ചു. പിന്നെ തേങ്ങയൊക്കെ ഞാൻ നേരത്തെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മെനക്കെടില്ല. പിന്നെ അതിന് കുറച്ച് ഉള്ളിയും അതൊക്കെ ചതച്ചിട്ടാൽ, ഉള്ളി ഇട്ടിട്ടില്ല, പച്ചമുളകും തേങ്ങയൊക്കെ കൂടെ ചതച്ചിട്ടാൽ മതിയല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ, ചായ കുടിച്ചതും ചായ വെച്ചതും പിന്നെ തേങ്ങ ചതച്ചതും പിന്നെ അങ്ങനത്തെയൊക്കെ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചു കേട്ടോ. അവൻ ആ പണികളൊക്കെ കഴിഞ്ഞു. അപ്പം അത് കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പാത്രവും കഴുകി വെച്ചു. അപ്പോൾ വിനിക്കൂട്ടന് ഞാനിങ്ങനെ കുപ്പിയിൽ വെള്ളം എടുത്ത് കൊടുക്കും, അങ്ങനെയാണ് അവൻ കുടിച്ചോളൂ. അപ്പോൾ അതിലെ വെള്ളം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, അപ്പോൾ അവിടെ കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇനി അത് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു കുപ്പി ഉണ്ടായിരുന്നു, മോനേട്ടൻ വെള്ളം കൊണ്ടുവന്ന കുപ്പി, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചക്കയും നല്ലോണം വെന്തു. പിന്നെ ആ ചക്കയും കടലയും കൂടെ ഞാൻ നല്ലോണം കുത്തി ഉടച്ചു. അതിലേക്ക് തേങ്ങയും പച്ചമുളകും അരപ്പൊക്കെ ചേർത്ത് കുറച്ച് കരുവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അവിടെ വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വൃത്തിയാക്കി വെക്കല്ലേ ഒക്കെ ആക്കി നല്ല റെഡിയാക്കി, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല റെഡിയാക്കി പിന്നെ അടച്ചു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്തെ തുണിയൊക്കെ ഉണ്ടായിരുന്നു, പാൻസൊന്നും ഉണങ്ങിയില്ല കേട്ടോ മോനേട്ടൻ്റെ. അപ്പോൾ അതൊന്നും എടുത്തില്ല, ബാക്കി എല്ലാ തുണികളും എന്ത് ചെയ്യും അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടാക്കിയാണ് കേട്ടോ. ഇനി കുറച്ച് പുറത്തെ പണികളുണ്ട് എനിക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മുറ്റത്തൊക്കെ, കുറച്ച് പുല്ല്, അധികമൊന്നും പറിച്ചിട്ടില്ല, കാരണം നല്ല ചൂടല്ലേ. എല്ലാ പുല്ലും ഒന്നും അങ്ങനെ പറിച്ച് കളയാൻ പാടില്ല. നമ്മളെ ഭൂമിക്ക് ഒരു തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നും പറിച്ച് കളയാൻ പറ്റില്ലല്ലോ. അധികം ചപ്പും അങ്ങനെയൊന്നും നമ്മൾ കളയരുതെന്നാണ് പറയുക ഈ ചൂടിന്. അതുകൊണ്ട് കുറച്ച് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കാണുന്ന പറമ്പിൽ അത് മാത്രം ജസ്റ്റ് ഒന്ന് പറിച്ചു കേട്ടോ. പറിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി, കാരണം മുറ്റത്ത് കാണുന്നിടത്ത് തന്നെ ഒരു വൃത്തികേടല്ലേ. അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായി ഞാൻ പറമ്പിലെ പണികൾ ഓരോന്ന് ചെയ്യുന്നു. മട്ടൽ വെട്ടലും ഓല എടുക്കലും അങ്ങനെ കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇനി അത് മുഴുവനായിട്ട് കഴിഞ്ഞില്ല, ഇനിയും ബാക്കി ഉണ്ട് കേട്ടോ. ഇനി നാളെയും കൂടെ ചെയ്യാനുള്ളതുണ്ട്. ഇനി കുറേ ഉണ്ട്, പ്ലാവിൻ്റെ ഇലകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് തെങ്ങിൻ്റെ ചോട്ടിലേക്ക് കൂട്ടണം. അപ്പോൾ തെങ്ങിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ മട്ടൽ കുറച്ച് വെട്ടുകയാണ്, കുറച്ച് മോനേട്ടൻ വെട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് ഞാനും വെട്ടിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ആ മട്ടലും ഓലയൊക്കെ വെട്ടിയപ്പോൾ ആ ഓലക്കണ്ണീൻ്റെ ആ ഒരു അംശങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങനത്തെ വലിയ വലിയ ചപ്പുകളും കരടുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കത്തിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, ഇത് ഇനി യൂട്യൂബിൽ കാണിച്ചിട്ട് തീ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമാവും വെച്ചിട്ടാണ് കേട്ടോ.
അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ എന്ത് ചെയ്യണം, അവിടെയൊക്കെ അടിച്ചു വാരാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലേ പുല്ലൊന്നും പറിക്കുന്നില്ല. പുല്ല് ഒരു തണുപ്പാണല്ലോ നമ്മളെ ഭൂമിക്ക് ഇപ്പോൾ ചൂടാകുമ്പം, അപ്പം അങ്ങനെ അങ്ങോട്ട് ഇതാക്കുന്നില്ല. വലിയ വലിയ പൊടികൾ, കാടുകൾ എന്ന് പറയും ഞങ്ങൾ, ആ കാടുകളൊക്കെ അടിച്ച് അങ്ങോട്ടാക്കി, അത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് സമയമായി, ഞാൻ 5 മണി കഴിഞ്ഞു കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേഗം വന്നിട്ട് ചക്ക കഴിക്കുക, സമയം വൈകി, കാരണം എനിക്ക് ഇത്ര സമയത്ത് മുമ്പ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ അന്ന് അടിച്ചു വാരി കേട്ടോ, ആ അടുക്കളയും അകംകൊലയൊന്ന് അടിച്ചു വാരി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു വരുമ്പോഴേക്ക് വിനിക്കുട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരാൻ പോയിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഇങ്ങനെ അടിച്ചു വാരുന്നത് കാണിക്കേണ്ടത് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ പോയിട്ട് ഇടയിലൊക്കെ കുറച്ച് കാടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അടിച്ചു കൂട്ടി, അതൊക്കെ കത്തിച്ചു. അങ്ങനെ ഓരോ പണികൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനി നാളെ ഇനിയും ഉണ്ട് കുറച്ചും കൂടെ പണികൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉപ്മാവിനുള്ളത് റെഡിയാക്കിയിട്ടോ. എനിക്കുള്ള ഗ്രീൻ ടീൻ്റെയാണ് കേട്ടോ, ഞാൻ ആ കപ്പിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചത്. എനിക്ക് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ കുടിക്കണം. അപ്പോൾ അതുകൊണ്ട് അതും റെഡിയാക്കണം. അപ്പോൾ പിന്നെ ഇതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്മാവിൻ്റെ പരിപാടി, ഉപ്മാവ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എന്നും അധികവും നിങ്ങൾ എൻ്റെ ഇതിൽ ഉപ്മാവ് കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ മറ്റേ അടുപ്പത്തേക്ക് പപ്പടം കാച്ചി, വിൻകുട്ടൻ ചക്കയും കടലയും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവന് ഞാൻ 2 പപ്പടം കാച്ചി കൊടുക്കുകയാണ്. പപ്പടം കുറച്ചധികം കാച്ചി വെക്കുന്നുണ്ട്, നാളേക്കും കൂടെ എടുക്കാമല്ലോ വെച്ചിട്ടാട്ടോ. അപ്പം പപ്പടം ഞാൻ കാച്ചി അതും അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വിൻകുട്ടന് വിശക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ വേഗം കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ചൊന്ന് വൈകിയിട്ടുണ്ട്, അപ്പോഴേക്കും അവൻ വിളക്കെത്തിച്ചല്ലോ. അപ്പോൾ പിന്നെ തൊഴുത് എല്ലാം കൂടെ കഴിഞ്ഞ് അടുക്കളയിലെത്തുമ്പോൾ പിന്നെയും വൈകി, ഏകദേശം ഒരു 7 മണിയായി. അപ്പോൾ എന്താ അറിയില്ല, അവൻ വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ, അതുകൊണ്ട് വേഗം പപ്പടം കാച്ചി വെച്ചു. ഉപ്മാവും ആയിട്ടോ, ചെറിയ സൂചി ഗോതമ്പാണ്, പക്ഷേ എന്താ പറയുക, സൂചി റവ പോലത്തെ ഗോതമ്പ്, അതുകൊണ്ട് വേഗം ആയിട്ടോ. പിന്നെ അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി വെച്ചു. അങ്ങനെ ഉപ്മാവ് റെഡിയായി. അങ്ങനെ ഞാൻ എൻ്റെ ഗ്രീൻ ടീ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴേക്ക് 2 മണിക്കൂറാകുമ്പോഴാണ് ഇത് കഴിക്കേണ്ടത്. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല ഗ്രീൻ ടീ, പക്ഷേ അത് കഴിക്കണമെന്ന് അവർ പറഞ്ഞു. ഡയറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു അത് നിർബന്ധമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് കഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോനുള്ള ഉപ്മാവ് എടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേഗം ആറാൻ വെച്ചു. പിന്നെ അവനൊരു പപ്പടവും കൂട്ടിയിട്ട് അവന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മോഹനേട്ടന് വേണ്ടിയിട്ട്, മോഹനേട്ടൻ പിന്നെ ചക്കയും കടലയൊക്കെ മോഹനേട്ടൻ്റെ ഫേവറേറ്റ്, അതുകൊണ്ട് മോഹനേട്ടന് ചക്കയും കടലയായി, ഉപ്മാവും കൊടുത്തു. പിന്നെ പപ്പടവും അച്ചാറും, മീൻകൂട്ടനും ഞാൻ അച്ചാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. അപ്പോൾ അതിൽ എരിവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാമായിട്ട് എന്താണ് അത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്ന വിശേഷങ്ങൾ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ്. എല്ലാവരും ലൈക്കും സബും കമൻറ്റും ഒക്കെ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, സി യു.